ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ അവതരിപ്പിക്കുന്നത് നിവിനാണ്. ഡിസംബർ 15 വരെ MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞ് കേരള ഹൈക്കോടതി. റിലയൻസ് പവറിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കുമെതിരെ വ്യാജ ബാങ്ക് ഗ്യാരണ്ടി കേസിൽ ED കുറ്റപത്രം സമർപ്പിച്ചു. 84 രാജ്യങ്ങളിലെ ഉപയോക്താക്കൾക്ക് ആപ്പിൾ സൈബർ ഭീഷണി മുന്നറിയിപ്പുകളുടെ പുതിയ റൗണ്ട് അയക്കുന്നു. DRDO സാങ്കേതിക വികസന നിധിക്ക് കീഴിൽ വികസിപ്പിച്ച 7 സാങ്കേതിക വിദ്യകൾ സായുധ സേനയ്ക്ക് കൈമാറി. ഹരാസ് ചെയ്ത ശേഷം യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ ചെന്നൈ നിയമ വിദ്യാർത്ഥി അറസ്റ്റിൽ. അയോധ്യയിലെ പുതിയ മസ്ജിദ് പദ്ധതി 2026 ഏപ്രിൽ മാസത്തോടെ ആരംഭിക്കാൻ താൽക്കാലികമായി നിശ്ചയിച്ചു. ഇന്ത്യൻ പ്രതിനിധി കോർപ്പറേറ്റ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചുഴലിക്കാറ്റ് ദുരിതബാധിതരായ ശ്രീലങ്കയ്ക്ക് പിന്തുണ ആവർത്തിച്ച് ഉറപ്പു നൽകി. UK ബ്രിട്ടീഷ് സിഖ് വ്യവസായിക്കും ഗ്രൂപ്പിനും ഇന്ത്യയിലെ ഖലിസ്ഥാൻ അനുകൂല തീവ്രവാദത്തിന് ഉപരോധം ഏർപ്പെടുത്തി. ബോംബ് ഭീഷണി ഇമെയിലുകൾ 12 മണിക്കൂറിനിടെ ഹൈദരാബാദിലേക്കുള്ള 3 വിമാനങ്ങളെ തടസ്സപ്പെടുത്തി. ഒരു വിമാനം ആകാശത്ത് വെച്ച് തിരികെ പറന്നു. മുംബൈയിലെ ചൈത്യഭൂമിയിൽ ബാബാ സാഹേബ് അംബേദ്കറിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.